സത്യഭാമേ. മറുപടി തരാൻ വൈകിയതിൽ ഭാമ എന്നോട് ക്ഷമിക്കില്ലേ? എന്റെ കുറ്റമല്ല, ആ തീരച്ചട്ടമ്പിൽ സമ്മതിക്കണ്ടേ? എനിക്ക് എഴുതാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ട് എന്റെ അമ്മയെ കൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് എഴുതിച്ചതാ. ഇതാ വാങ്ങിച്ചോളൂ. പുരുഷേട്ടാ, എനിക്ക് പേടിയാവുന്നു. ചെറിയമ്മമാരും കൂടെ വന്നിട്ടുണ്ട്. അവര് തൊഴുതോണ്ട് നിൽക്കുക. ഓഹോ, മറിയം റഷീദയും സുസ്മിതാസെന്നും കൂടെ ഉണ്ടല്ലേ? എങ്കിലൊരു പണി ചെയ്യാം. ഞാൻ രാത്രിയിൽ അങ്ങോട്ട് വരാം. പിൻഭാഗത്ത് വാതിൽ തുറന്നിട്ടാൽ മതി. നേരം വെളുക്കുവോളം നമുക്കിരുന്ന് സല്ലപിക്കാലോ. അയ്യോ, അത് വേണ്ട. എന്താ, ഭാമയ്ക്ക് ഭയമാണോ? ഞാനുള്ളപ്പോൾ ഭാമ ആരെയും പേടിക്കണ്ട. ബി സ്മാർട്ട്. അതല്ല, ആ ചട്ടമ്പികൾ പറഞ്ഞുകൊണ്ട് നടക്കണ എന്താണെന്നറിയോ? പുരുഷേട്ടനെ കയ്യോടെ പിടിച്ച് തല്ലിക്കൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി പുരാവസ്തു ഗവേഷണ വകുപ്പിന് അയച്ചു കൊടുക്കൂത്രേ. എനിക്ക് പേടിയാവണം പുരുഷേട്ടാ. പേടിക്കണ്ട. നമ്മുടെ പവിത്രമായ പ്രേമം തകർക്കാൻ നടക്കുന്നവന്മാരെ ഇന്ന് തന്നെ ഞാൻ ഒന്ന് കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ കാണാറ. നീയോ? അതെ ഭാമേ, ഈ ക്ഷേത്ര പരിസരം മിക്കവാറും ഒരു ചോരക്കളമായി മാറാൻ സാധ്യതയുണ്ട്. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ലല്ലോ. പറഞ്ഞുതരാം. ഓ, ലോകം മുഴുവൻ കിടുകിടാവിറപ്പിച്ച ബ്രൂസ്ലി ആശാന്റെ അരുമശിഷ്യൻ ബ്രൂസ്ലി ഭാസ്കരൻ. ജപ്പാനിൽ നിന്ന് ജൂഡോയും റഷ്യയിൽ നിന്ന് കാഡോയും പാസ്സായിട്ടുള്ളവൻ. കരാട്ടയിൽ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ബ്ലാക്ക് ബെൽറ്റ്. നീ ബ്ലാക്ക് ബെൽറ്റ് ആണെങ്കിൽ ഞാൻ ബ്ലാക്ക് ക്യാറ്റ് ആണോ? ബ്ലാക്ക് ക്യാറ്റിന്റെ ശക്തി കാണണോ? എങ്കിൽ കാണാം. ഒരംഗത്തിന് ഞാൻ ഒരുക്കം. ഓം ചാമുണ്ടേ ഗുലുഗുലു ചുളു ചുളു വശമാനായ ആമുഖേ എന്ന മന്ത്രം ഉപയോഗിച്ച് നിന്നെ ഞാനൊരു കുട്ടി കൊരങ്ങനാക്കി കളയൂടാ. കല്യാണം കഴിയുന്നത് വരെ എന്റെ ഭാമയ്ക്ക് കളിക്കാനൊരു കൂട്ടാകുമല്ലോ. കണ്ടില്ലേ പുരുഷേട്ടന്റെ ശക്തി? ഭാമ പോയിക്കോളൂ, രാത്രി കാണാം. നല്ല അസുര ചിക്കൻ. ഇന്നെന്താണ് ഒരു പ്രത്യേക രുചി. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. മാറ്റി ഒന്നും കിട്ടൂല. അയ്യോ, ഞാനില്ല പുറത്തേക്ക്. അവന്മാരുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ? അവന്മാരിപ്പോ ബിസി ആയിരിക്കും. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഏൽപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മളെ ഈ നിലയിലാക്കിയവൻ ആ മായാവി. വിടാൻ പാടില്ല അവനെ. നീ പോയി പിടിച്ചാ മതി. എനിക്ക് ഓടാൻ വയ്യേ. ഇത്തവണ അവനെ പിടിച്ചിട്ട് തന്നെ കാര്യം. വാടാ മക്കളെ. ഞാൻ ശവിക്കും. ഞങ്ങളെ ഓടിക്കരുത്. ഞാൻ ഭാമയെ കണ്ട് കത്ത് കൊടുത്തിട്ടേ പോവും. നീതിലെ വലത്തോട്ട് പോയി ആ തൂട് നീന്തി അക്കരെ കിടന്ന് രക്ഷപ്പെട്ടോ. അവന്മാരുടെ കൈ കിട്ടിയ അതിന്റെ എല്ലാം ഒരു ബാക്കിയിട്ടില്ല. എന്നെ രക്ഷിക്കാനുള്ള പുരുഷത്വം എനിക്കുണ്ട്. അതിനു മുമ്പ് നീ ഇവിടെ എന്തിനൊന്നും എനിക്കറിയണം. അതൊന്നും ഇപ്പൊ നീ അറിയണ്ട. ഞാൻ പറയുന്നേക്ക് എങ്ങനെയെങ്കിലും കൂടി രക്ഷപ്പെട്. ഇതെന്റെ അമ്മാവന്റെ വീടാണ്. എനിക്ക് ഏത് പാതിരാത്രിയിലും കള്ളനെ പോലെ പാത്തും പതുങ്ങി ഇവിടെ വരാം. എനിക്കിപ്പോ അറിയേണ്ടത് നീ എന്തിനാണ് ഇവിടെ ഒളിച്ചു നിന്നത്. അതിന് വാശി പിടിക്കേണ്ട പുരുഷു, ഞാൻ നാളെ പറഞ്ഞു തരാം. ഒരു നാളെയും ഇല്ല. എനിക്കിപ്പൊ തന്നെ അറിയണം. പറയണം. എന്റെ പൊന്നു പുളുസു, ഞാൻ പറയണ കേക്ക്. പുളുസല്ലടാ പുല്ലേ, പുരുഷു, പുരുഷോത്തമൻ. പറയടാ, നീ ഇതിൽ വന്നു. നിനക്കറിഞ്ഞേ പറ്റുമല്ലേ? അപ്പൊ നിനക്ക് രക്ഷപ്പെടണ്ടേ? എന്നെ രക്ഷിക്കാൻ നീ ആരടാ? ദൈവോ? പുരുഷനെ രക്ഷിക്കാൻ പുരുഷനറിയാം. രക്ഷപ്പെട്ടോടാ പുല്ലേ. മായാവിനെ പറന്നു വന്നു. ഇനി നീ അവളുടെ പിറകെ നടക്കോളാ. തടി കൊണ്ടും മായേ. അയ്യോ, എടാ മോനെ, നിനക്ക് എന്നെ പറ്റിയതാ. പുരുഷത്വം നശിപ്പിച്ചമ്മേ. എടാ ദ്രോഹി, എന്റെ മോനെ എങ്ങനെ തല്ലിക്കൊല്ല? അവൻ എന്ത് തെറ്റാണ് അതിനോട് ചെയ്തത്?
അവളോട് ഞാൻ കണക്ക് തീർത്തോളാം. കണക്ക് തീർക്കാൻ വന്നിരിക്കുന്നു എംബോക്കി. എടാ, നിന്നെ കെട്ടിയിട്ട് തല്ലിയ മരത്തിൽ നിന്റെ മകനെയും കെട്ടിയിട്ട് തല്ലുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? മരം വേറെയുണ്ട്. ഇവിടെ നിന്ന് കുറച്ചാൽ നിന്നെയും പിടിച്ചു കെട്ടും ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഈ നിൽക്കുന്ന കുട്ടിമാളവിന് ഞാൻ അങ്ങോട്ടാ പ്രബലേഖനം കൊടുത്തത്. പക്ഷെ ഇന്ന് നിന്റെ പോലെ എന്റെ മോന് ഇങ്ങോട്ടാ പ്രബലേഖനം കൊടുത്തിരിക്കുന്നത്. ഓക്രിത്തരം പറയുന്നോടാ തെണ്ടി. ഓക്കിരിത്തരമല്ലടാ, നഗ്ന സത്യമാണ്. നിന്റെ മോള് കൊടുത്ത പ്രേമലേഖനം അവന്റെ കയ്യിൽ തന്നെ ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കണേ. അച്ഛൻ പറഞ്ഞത് നേരാ. ബാമ തന്ന ഭ്രമലേഖനവും അതിന്റെ മറുപടി എന്റെ ഈ കീശയിലുണ്ട്. ഓരോ പുരുഷോത്തമാ എടുത്ത് കാണിച്ച് കൊടുക്കണേ. ചത്തക്ക് അതിനെന്റെ കൈ കെട്ടിയിട്ടിരിക്കല്ലേ, കാലുകൊണ്ട് എങ്ങനെ എടുക്കാനാ? ഇവന്റെ കെട്ടടിക്കടാ. പെട്ടെന്ന് പറ്റി അഴിച്ച് ഇന്നാണെങ്കിൽ എന്നെ കെട്ടിച്ചു. ഈ കത്ത് ഇവന് കൊടുത്തത് നീയാണോ? അല്ല. ഈ കത്ത് എഴുതിയത് നീയാണോ? അല്ല. നിനക്കിവനെ ഇഷ്ടമാണോ? അല്ല. ഓക്കോ, അവള് പറഞ്ഞത് കേട്ടല്ലോ. മേലിൽ ഈ പേരും പറഞ്ഞ് എന്നെ മാനം കെടുത്താൻ ശ്രമിച്ചാൽ നിന്റെ തറവാട് ഞാൻ കുളം കോരും. എന്ത് കൂടോത്രം ചെയ്തും നിന്റെ മോളെ എന്റെ മകൻ പുരുഷോത്തമനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഈ മണ്ഡലത്തെ കൊണ്ട് നടക്കില്ലടാ. നീ വാടാ മോനെ. വിടച്ചോ, എനിക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചിട്ടേ ഞാൻ വരൂ. നീ അടങ്ങ്, നമുക്ക് സമയം വരുമ്പോ ചോദിക്കാവാ. ഇല്ലച്ചാ, എനിക്ക് അവകാശപ്പെട്ടത് കൊണ്ടേ ഞാൻ മടങ്ങൂ. എന്റെ പൊന്നു മോനെ, നീ അവിവേകം ഒന്നും കാണിക്കല്ലേ. സമയമാകുമ്പോ നമുക്കെല്ലാം സ്വന്തമാക്കാം. അമ്മ എന്നെ തടയരുത്. നിനക്ക് എന്താണ് പുല്ലേ ചോദിക്കാനുള്ളത്? എന്റെ ഷർട്ടും പാന്റും ഇങ്ങ് തിരിച്ചു താ. ഇതാ കൊണ്ടുപോടാ. വാച്ചാ പോവാ. നമ്മുടെ പുന്നാരമോൻ സത്യഭാമയെ ഇത്രയധികം മോഹിച്ചിട്ടും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾക്ക് അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ അവന്റെ ലോല ഹൃദയം വിങ്ങിപ്പോയത് ഞാൻ കണ്ടതാ. ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾക്കെല്ലാം തമാശയാ. അവന്റെ വേദന അവനല്ലേ അറിയൂ. എടീ, അവൾ അവനെ ഇഷ്ടപ്പെട്ട് അവനിൽ അടിവപ്പെടാൻ എന്റെ കയ്യിൽ ഒരു മന്ത്രമുണ്ടടി. എന്താ അത്? ഓം ഹൃല്ലേഖേ മണിദ്രവേ കാമരൂപിണി സ്വാഹ എന്ന മന്ത്രം ലക്ഷം മുറി ജപിച്ച് ചിട്ടി വരുത്തി തിലഹോമം ചെയ്ത് കിട്ടുന്ന മോഹിനീവസ്വം ലേലാസകലം പൂശി മറ്റാരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ ആഗ്രഹിക്കുന്ന സ്ത്രീയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ തൽക്ഷണം അവൾ സ്വാധീനയാകും. എങ്കിൽ പിന്നെ നമ്മുടെ മോനെ കൊണ്ട് അത് ചെയ്യിച്ചൂടെ? ചെയ്യിക്കാം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവൻ നിർവാണനായി പോണം. എന്ത് വേണം? നിർവാണം. അതായത് തുണിയൊന്നും ഉടുക്കാതെ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ അവൾ അവനിൽ മോഹിതയാകും. കാമമോഹിതയാകും. ഓം ഗില്ലേഗേ മണിദ്രവേ കാമരൂപിണി സ്വാഹ. 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 ഓം ഗില്ലേഗേ. ഈ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കാം. രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ സത്യഭാമ വരുമ്പോ കണി ഇതായിക്കോട്ടെ. ഓം ഗില്ലേഗേ മണിദ്രവേ കാമരൂപിണി സ്വാഹ. 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 എന്തിനാണ് തുണിയിലാണോ മരത്തെ കയറിയിരിക്കുന്നത്? അച്ഛനല്ലേ അമ്മയോട് പറഞ്ഞത് ഓം ഗില്ലേഗേ മണിദ്രവേ കാമരൂപിണി സ്വാഹ എന്ന മന്ത്രം ഉരുവിട്ട് നിർവാണനായി നടന്നാൽ ഏത് പെണ്ണും മോഹിക്കുമെന്ന് സത്യഭാമയെ കാണിക്കാതിരുന്നതാ.
ഉറങ്ങിപ്പോയി. ഇറങ്ങി വാടാ താഴോട്ട്. ഞാൻ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നാലേ ഈ കുട്ടികൾ എന്നെ കണ്ട് മോഹിക്കില്ലേ? പോയിട്ടുണ്ട് എല്ലാവരും. ബഹളത്തിനിടയിൽ ആരെതിർക്കാൻ വന്നാലും കയ്യോ കാലോ വേണ്ടി വന്ന തല വരെ വെട്ടിമാറ്റി. പിന്നെ മണ്ഡപത്തിന്റെ പുറകോശത്തുള്ള വഴിയരികിൽ തുറന്ന ജീപ്പിൽ പുരുഷുമായി നിങ്ങൾ കാത്തു നിൽക്കണം. അകത്ത് നിന്ന് സത്യഭാമയെ ഇറക്കി കൊണ്ടുവരുവാൻ നിങ്ങൾ പോകും. ഞാനും എന്റെ വാനരപ്പടയും അടി തുടങ്ങിയേക്കാം. അപ്പോഴേക്കും പറഞ്ഞ കാര്യങ്ങൾ നടന്നിരിക്കണം. അച്ഛാ, വേറെ ഐഡിയ. ഈ ഗുണ്ട കിഴക്ക് വശത്ത് നിൽക്കട്ടെ, ഈ ഗുണ്ട തെക്ക് വശത്ത് നിൽക്കട്ടെ, ഈ ഗുണ്ട വടക്ക് വശത്ത് നിൽക്കട്ടെ, അച്ഛൻ ഗുണ്ട പടിഞ്ഞാറ് വശത്ത് നിന്നാ മതി. ഇത് ബോധക്ഷയ ഭസ്മമാണ്. ഇത് ശത്രുക്കളുടെ നേരെ വിതറിയാൽ ആ നിമിഷം അവർ ബോധം കെട്ടുകയും പിന്നെ ഇത് അവസാനത്തെ കടുക്കയ്യായി ഉപയോഗിച്ചാൽ മതി. അച്ഛാ, ഇത് തിരുപ്പതിയിലെ ഭസ്മമാണല്ലോ. നിനക്കുള്ള കെട്ടലോടാ വേണം എങ്കിൽ മിണ്ടായിരുന്നോളാം. പറഞ്ഞത് കേട്ടില്ലടാ, മിണ്ടാതിരുന്നോളും.